പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ ലൂക്ക 12:49 തിരുവചനമാണ്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. യേശു പറയുന്നു, ഞാൻ ഭൂമിയിൽ വന്നത് തിന്മയുടെ ശക്തികളെ തീയിട്ട് നശിപ്പിക്കുവാനാണ് എന്ന്. മനുഷ്യർ നന്മകൾ ചെയ്യാതെ തിന്മയിൽ മുഴുകി ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ ആ തിന്മകളെ ഇല്ലാതാക്കാൻ വേണ്ടി ദൈവം സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. അപ്പോൾ തിന്മയുടെ ശക്തിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ശ്രമിക്കുന്നത്. അത് പലപ്പോഴും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായും ഞെരുക്കുന്ന പ്രശ്നങ്ങളായും സഹനങ്ങളായും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെട്ടു എന്ന് വരാം. ഈ സഹനങ്ങൾ തീ കൊണ്ട് പൊള്ളലേൽക്കുന്നത് പോലെയുള്ള ഒരു മാനസിക അവസ്ഥയും നമ്മൾ ഉണ്ടാകാം. ഇവയെല്ലാം കർത്താവിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇവയെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ്. ദൈവത്തിന് നമ്മെ സ്വന്തമാക്കാനാണ് ആഗ്രഹം. നമ്മിലുള്ള തിന്മകളെ എല്ലാം മാറ്റി നമ്മെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. യെശയ്യാ 48:10 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത് എന്ന്. റോമ 8:28 തിരുവചനം പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നാണ്. അപ്പസ്തോല പ്രവർത്തനം 11:27 സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത് മനുഷ്യർ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എന്ന്. അപ്പോൾ സഹനങ്ങളെല്ലാം ദൈവം അറിയാതെ സംഭവിക്കുന്നതല്ല, ദൈവം അറിഞ്ഞു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നത്. സഹനങ്ങളെയെല്ലാം നമ്മുടെ നന്മയ്ക്കാക്കിയാണ് ദൈവം മാറ്റുന്നത്. ആ ഒരു ചിന്തയോടെ സഹനങ്ങളെ നമുക്ക് നേരിടാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ സഹനങ്ങളെല്ലാം വലിയ കൃപകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിയിൽ നിന്നും, മക്കളിൽ നിന്നും, അതുപോലെ അയൽക്കാരിൽ നിന്നെല്ലാം നമുക്ക് വേദനിപ്പിക്കുന്ന ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം. നന്മകൾ ചെയ്തിട്ടും ഇതെന്തേ ഇങ്ങനെ സംഭവിക്കുന്നു എന്നും നമുക്ക് തോന്നാം. നന്മകൾ ചെയ്തിട്ട് തിന്മകൾ ലഭിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നിരാശയുണ്ടാകുകയും പ്രാർത്ഥനയിൽ നിന്നും ദൈവത്തിൽ നിന്നുമൊക്കെ അകന്നു പോകാനും ഇടയുണ്ട്. പക്ഷേ അതെല്ലാം മാനുഷിക തലത്തിൽ ഉള്ളതാണ്, ആ നിരാശയും അതുപോലെ ബുദ്ധിമുട്ടുകളും. എന്നാൽ അവയെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷപൂർവ്വം സ്വീകരിച്ചാൽ ഇതെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വരുത്തുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നാൽ നമുക്ക് അത് നിത്യസൗഭാഗ്യത്തിനുള്ള ഓരോ ചവിട്ടുപടികളായി മാറും. മാനുഷികമായ നിരാശ മാറ്റി പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ ഏറ്റെടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. സഹനങ്ങളും നിന്ദനങ്ങളും ഒറ്റപ്പെടുത്തലുകളും അതുപോലെ രോഗങ്ങളും എല്ലാം ദൈവം നമുക്ക് നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുകയും ചെയ്യും. ആ പ്രത്യാശയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.